പ്രത്യേകിച്ച് ഇന്നത്തെ ദിനം മദ്യത്തിനും മയക്കുമരുന്നുകൾക്കും അടിമകളായ മനുഷ്യർക്ക് വേണ്ടി, മോശമായ ഈ ശീലങ്ങൾ വഴി തകർന്ന കുടുംബങ്ങൾക്ക് വേണ്ടി, അവരുടെ കുടുംബസമാധാനം തിരികെ ലഭിക്കുന്നതിന് വേണ്ടി ദിവ്യകാരുണ്യനാഥനോട് നമുക്ക് പ്രാർത്ഥിക്കാം. രോഗികളായ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, ഗൗരവമായ രോഗങ്ങളാൽ വിഷമിക്കുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി വിശ്വാസത്തോടെ സൗഖ്യദായക ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ജോലി ലഭിക്കുന്നതിനും വിദേശത്ത് ജോലി ചെയ്യുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി, വിവാഹമംഗളമായി നടക്കുന്നതിന് വേണ്ടി, ദാമ്പത്യ ജീവിതങ്ങളിൽ അസ്വസ്ഥത അനുഭവിക്കുന്നവർക്ക് വേണ്ടി, ഒരു കുഞ്ഞിനെ ലഭിക്കുന്നതിന് വേണ്ടി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി ദൈവ സന്നിധിയിൽ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. അനുഗ്രഹിച്ച് ആശീർവദിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഈ നിമിഷം സമർപ്പിച്ച് അവിടുത്തെ അനുഗ്രഹം നമ്മിൽ, നമ്മുടെ സമൂഹത്തിൽ സമൃദ്ധമായി വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ആരും കൊതിക്കും നിന്റെ സ്നേഹം, അമ്മയെപ്പോലോ മനിക്കും സ്നേഹം. ആരും കൊതിക്കും നിന്റെ സ്നേഹം, അമ്മയെപ്പോലോ മനിക്കും സ്നേഹം. കാരുണ്യത്താൽ എന്നെ തേടും സ്നേഹമേ, പാരിൽ എന്നെ താങ്ങിടുന്ന സ്നേഹമേ. നാഥാ നിന്നെ എന്നും വാഴ്ത്തിടാം. ആരും കൊതിക്കും നിന്റെ സ്നേഹം, അമ്മയെപ്പോലോ മനിക്കും സ്നേഹം. കാരുണ്യത്താൽ എന്നെ തേടും സ്നേഹമേ, പാരിൽ എന്നെ താങ്ങിടുന്ന സ്നേഹമേ. നാഥാ നിന്നെ എന്നും വാഴ്ത്തിടാം.
എന്നെ പേരു ചൊല്ലി വിളിച്ചു നീ, നിന്റെ മാറിൽ ചേർത്തു നീ. എന്നെ പേരു ചൊല്ലി വിളിച്ചു നീ, നിന്റെ മാറിൽ ചേർത്തു നീ. ഉള്ളിനുള്ളിൽ വചനം പകർന്നു നീ, നിന്റെ പുണ്യപാത തെളിച്ചു നീ, നേർവഴിയിൽ നയിച്ചു നീ. ഈശോയേ പാലകനേ, ഈശോയേ പാലകനേ. നിന്നെ വിട്ടു ഞാൻ ദൂരെ പോകിലും എന്നെ മറന്നിടില്ല നീ. നിന്നെ വിട്ടു ഞാൻ ദൂരെ പോകി. അനേക വർഷങ്ങളായി വിശുദ്ധ യൂദാത്ത ദേവസ്വന്റെ ഈ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ആയിരക്കണക്കിന് വിശ്വാസ സമൂഹം ഒരുമിച്ച് കൂടുന്നത്. വിവിധ പ്രാർത്ഥനാ നിയോഗങ്ങളോടുകൂടിയാണ് കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വിശുദ്ധന്റെ തിരുസന്നിധാനത്തിലേക്ക് തീർത്ഥാടകർ എത്തിച്ചേരുന്നത്. അനേകായിരങ്ങൾക്ക് രോഗസൗഖ്യവും തങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടിയും ലഭിക്കുന്ന ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു സാക്ഷ്യം ഇവിടെ എത്തുന്ന തീർത്ഥാടകർ ഓരോ വ്യാഴാഴ്ചയും നൽകുന്നുണ്ട്. വിശ്വാസ സമൂഹം നൽകുന്ന സംഭാവനകളിലൂടെ പാവപ്പെട്ട സ്ത്രീകൾക്ക് വിവാഹത്തിനായും പാർപ്പിടമില്ലാത്തവർക്ക് യൂദാഭവൻ പദ്ധതി വഴി വീടൊരുക്കുന്നതിനും ഈ തീർത്ഥാടന കേന്ദ്രം ശ്രദ്ധിക്കുന്നുണ്ട്. ഈ തിരുനാൾ ദിവസങ്ങളിൽ പതിനായിരക്കണക്കിന് മനുഷ്യരാണ് ഈ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് എത്തിച്ചേരുന്നത്. വിശുദ്ധന്റെ തിരുനാൾ കഴിഞ്ഞു വരുന്ന വ്യാഴാഴ്ച ഊട്ടുതിരുനാളായി ആഘോഷിക്കപ്പെടുകയും 15,000-ലേറെ വരുന്ന മനുഷ്യർക്ക് നേർച്ച ഭക്ഷണം ഒരുക്കി വിതരണം ചെയ്യുകയും ചെയ്യും. ഇവിടെ എത്തുന്ന എല്ലാ തീർത്ഥാടകരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അവർക്ക് വിശുദ്ധന്റെ മധ്യസ്ഥ സഹായം വഴി ദൈവപിതാവിൽ നിന്ന് അനുഗ്രഹങ്ങൾ സമൃദ്ധമായി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥന